വയനാട് രാഹുൽ വിട്ടൊഴിയുമ്പോൾ അവിടെ അധികാരമേറ്റെടുക്കാനായി പ്രിയങ്ക ഗാന്ധിയെ തന്നെ സഹോദരൻ നിയമിക്കുന്നു. മറുഭാഗത്ത് പാലക്കാട് നിയമസഭാ മണ്ഡലം ബൈ ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ ഇനി വരുന്നത് ആര് എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന ചില വനിതകളുടെ പേരാണ് ഏവരെയും അസ്വസ്ഥപ്പെടുത്തുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ഒപ്പം സ്മൃതി ഇറാനിയെ ഭയന്നുകൊണ്ടുള്ളൊരു നീക്കം അമേഠിയിൽ നടത്തിയതാണോ എന്നുള്ള പല ചോദ്യങ്ങളും ഇതിന് പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട്. അമേഠി ഒഴിവാക്കി കന്നി ദക്ഷിണേന്ത്യയിൽ തന്നെ തിരഞ്ഞെടുത്തതിനുള്ള കാരണവും വിജയസാധ്യത കണക്കിലെടുത്താകുമെന്നുള്ള അനുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. വയനാട് ചുരം കയറിയെത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം കേവലം ഒരു MP സ്ഥാനമല്ല, അത് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല, അതിലും വലുതു തന്നെയാണെന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. രാഹുൽ ഗാന്ധിക്കും അപ്പുറത്തേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ഇതിലൂടെയും വ്യക്തമാകുന്നത്. റായ്ബറേലിയിൽ രാഹുൽ ജയിച്ചപ്പോൾ ഇത്തവണ വയനാട് ഒഴിയുമെന്ന കാര്യം ഏവർക്കും വ്യക്തമായ ഒരു കാര്യമായിരുന്നു. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ ഇത്രയധികം വൈകിയെന്ന് മാത്രം. പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്ന നേതാവായി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നോക്കി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് വയനാട് വിട്ടൊഴിയാനും കഴിയില്ല. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ, ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിക്ക് വിട്ടൊഴിയാനും കഴിയാത്ത സാഹചര്യം, വയനാട്ടിൽ തുടരാൻ കഴിയാത്ത മറ്റൊരു സാഹചര്യവും. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ഇതിനൊരു ആശ്വാസമാകുമെന്നും തനിക്ക് തുല്യമായി തന്നെ വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കയെ നോക്കിക്കാണുമെന്നും രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി തന്നെ അറിയാം. ഒപ്പം തന്നെ കരുത്തുറ്റ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ അതേ കരുത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി കൂടി എത്തുമ്പോൾ ഏറെ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാകുമെന്ന പ്രത്യാശയും അവർക്കുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നേതാക്കൾക്കുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമെന്ന അഭ്യൂഹമായിരുന്നു ആദ്യം ശക്തമായത്. പക്ഷേ പ്രിയങ്ക ഇറങ്ങിയാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്തുകളെന്ന് ഏറെ കോൺഗ്രസിനെ, പ്രത്യേകിച്ച് ഒരു മുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ സഖ്യത്തെ അലട്ടിയിരുന്നു. പ്രിയങ്ക ഗാന്ധി കൂടി ഇനി മത്സരരംഗത്തെത്തിയാൽ അമ്മയും മകനും ഏറ്റവും ഒടുവിൽ മകളും മത്സരരംഗത്തെത്തി കുടുംബരാഷ്ട്രീയം കളിക്കുന്നു, കുടുംബാധിപത്യമാണ്, ഗാന്ധി കുടുംബമെന്ന പേര് വീണ്ടും തിരിച്ചു വരുമെന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു. അത് ആയുധമാക്കാൻ BJPക്കും കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ഉണ്ടായിരിക്കുന്നത്. 2 മണ്ഡലങ്ങൾ, അത് രണ്ടും രാഹുൽ ഗാന്ധിയുടേത് തന്നെയാണ്. അവിടെ ഒരിടത്ത് തൻ്റെ സഹോദരിയെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. 2019 മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു കേൾക്കുന്നതാണ്. പക്ഷേ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്തേക്ക് കടന്നു വന്നിരുന്നില്ല. പകരം സഹോദരന് വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുന്ന, സജീവ രാഷ്ട്രീയത്തിലേക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ആദ്യത്തെ കന്നി അംഗം തന്നെ വയനാട്ടിൽ കുറിക്കുന്നു, അതും കേരളത്തിൽ. വയനാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ സീറ്റാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി വയനാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ച് വിജയിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. BJP ഒരു പക്ഷേ 300-ലധികം സീറ്റുകളുമായി അധികാരത്തിലെത്തിയെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സാധ്യതയും. BJPയുടെ ആധിപത്യം കുറയുന്നുവെന്നും പ്രിയങ്കയ്ക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയമെന്നുമാണ് കോൺഗ്രസും കരുതുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയും. ഇതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയട്ടെ, ലോക്സഭയിൽ പ്രതിപക്ഷ ബെഞ്ചിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ചിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടുമെന്നും NDAക്ക് വലിയൊരു തലവേദന സൃഷ്ടിക്കുമെന്നുമാണ് ഇപ്പോൾ അവർക്ക് സമാശ്വസിക്കാൻ കഴിയുന്നത്.